ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂളിൻ്റെ അവസാനത്തെ സെക്ഷൻ, അതായത് നമ്മുടെ സെക്കൻഡ് സെമ്മിലെ ഏറ്റവും അവസാനത്തെ പോർഷനാണ് ഇപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത്. ലീനിയർ ഇക്വേഷൻസ് ഓഫ് ഫസ്റ്റ് ഓർഡർ. അപ്പോൾ ഹെഡിങ് എന്ന് പറയുന്നത് ലീനിയർ ഇക്വേഷൻസ് ഓഫ് ഒരു 2 സെൻറ്റൻസ് നോട്ട് എഴുതിയാൽ മതി. ഇക്വേഷൻസ് ഓഫ് ദ ഫസ്റ്റ് ഓർഡർ. ഇപ്പോൾ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണെന്ന് ഞാൻ പറയാനായിട്ട് നോട്ട് തന്നപ്പം വിട്ടുപോയായിരുന്നു. മെത്തേഡ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് പറയുന്നത്. ലീനിയർ ഇക്വേഷൻസ് ഓഫ് ഫസ്റ്റ് ഓർഡർ എന്ന് പറയുമ്പോൾ ദ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ദ ഫോം പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ദ ഫോം പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഓഫ് ദ ഫോം ക്യാപിറ്റൽ P സ്മോൾ p പ്ലസ് ക്യാപിറ്റൽ Q സ്മോൾ q ഈക്വൽ ടു R. Partial differential equation of the form PP plus QQ equal to R, where capital P, Q and R are functions of X, Y or Z and Z. Where P, Q and capital P, Q and R are functions of X, Y and Z, and small p denotes dou Z by dou X and Q denotes dou Z by dou Y. Partial differential equations of the form PP plus QQ equal to R, where P, Q, R are functions of X, Y and Z, and P denote dou Z by dou X, Q denote dou Z by dou Y, are called first order partial differential equation or Lagrange's equation. First order partial differential equation or Lagrange's equation. Lagrange's equation. അപ്പം PP പ്ലസ് QQ ഈക്വൽ ടു R ഫോമിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതൊരു ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, കാരണം അതിനകത്ത് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്സ് മാത്രമേ ഉള്ളൂ. പിയും ക്യൂവും ആറും ഫങ്ഷൻസ് ഓഫ് എക്സ് വൈ സെഡ്. സ്മോൾ പിയും സ്മോൾ ക്യൂ എന്ന് പറഞ്ഞാൽ ഡോ ഇസഡ് ബൈ ഡോ എക്സും ഡോ ഇസഡ് ബൈ ഡോ വൈയും ആണ്. അപ്പോൾ ഇതൊരു ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അതിനെ നമുക്ക് ലഗ്രാഞ്ചസ് ഇക്വേഷൻ എന്നും പറയാറുണ്ട്. അപ്പം ഇതൊരു ലീനിയർ ഇക്വേഷൻ എന്നുള്ളത് ഓർക്കുക. ഇപ്പോൾ ഇതിനെ നമുക്ക് എത്ര എണ്ണത്തിലോട്ട് വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. എത്ര വേരിയബിൾസിലോട്ട് വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ 2 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉള്ള കേസാണ് നമ്മളിപ്പോൾ പറഞ്ഞേക്കുന്നത്. ഇനി നമുക്ക് ഇതെങ്ങനെ സോൾവ് ചെയ്യാം. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ദ ഫോം പി പി പ്ലസ് ക്യൂ ക്യൂ ഈക്വൽ ടു ആർ, അതായത് നമ്മുടെ ഡിഫറൻഷ്യൽ ഫസ്റ്റ് നമ്മൾ ഇന്നലെ ചെയ്ത പ്രോബ്ലത്തിലൊക്കെ നമ്മളെന്താ എഫ് ഓഫ് എക്സ് വൈ അല്ലെങ്കിൽ ഇസഡ് ഇസ് ഈക്വൽ ടു ഒരു ഫങ്ഷൻ ഓഫ് എക്സ് വൈ ഇസഡ്, എഫ് ഇസ് എ ഫങ്ഷൻ ഓഫ് എക്സ് വൈ ഇസഡ് കോൺസ്റ്റൻസും ഉള്ളതിനത് നമ്മൾ കോൺസ്റ്റൻറ്റ് എലിമിനേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോമുകൾ എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ ചെയ്ത ആദ്യത്തെ പ്രോബ്ലം ആണെങ്കിൽ ഇസഡ് ഇസ് ഈക്വൽ ടു പി ക്യൂ ഫോമിലാണ്. അത് ശേഷം ലീനിയർ അല്ല, കാരണം പിയും ക്യൂവും കൂടെ ഒരുമിച്ച് വരുമ്പം അത് ലീനിയർ അല്ലാതെ പിയും ക്യൂവും ഒറ്റയ്ക്ക് വരണം. പി സ്ക്വയർ ടേമോ ക്യൂ സ്ക്വയർ ടേമോ പി ക്യൂ ടേമോ വരാൻ പറ്റില്ല. പക്ഷേ അത് കഴിഞ്ഞ് നമ്മൾ ചെയ്ത പലതിൻ്റെ അകത്തും പിയും ക്യൂവും ആകെ ഒരു ഇസഡ് ഇസ് ഈക്വൽ ടു പി പ്ലസ് ക്യൂ അല്ലെങ്കിൽ പി പ്ലസ് ക്യൂ ഈക്വൽ ടു 0 എന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ലീനിയർ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ലീനിയർ ഇക്വേഷൻ എന്ന് പറയുമ്പം പിയും ക്യൂവും ഒരു പ്രാവശ്യം അതായത് പിയുടെ ടേമുകൾ ഒന്ന് ക്യൂവിൻ്റെ ടേമുകൾ ഒരുമിച്ചെടുത്ത് ആ പിയുടെ കോയിഫിഷ്യൻ്റാണ് നമ്മൾ ക്യാപിറ്റൽ പി എന്നും ക്യൂവിൻ്റെ കോയിഫിഷ്യൻ്റാണ് നമ്മൾ ക്യാപിറ്റൽ ക്യൂ എന്ന് വിളിക്കുന്നത്. മിച്ചമുള്ളതെല്ലാം പിയും ക്യൂ ഇല്ലാത്ത ടേമിനെ നമ്മൾ ആറെന്ന് വിളിച്ചു. അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ പി പി പ്ലസ് ക്യൂ ക്യൂ ഈക്വൽ ടു ആറിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എഫ് ഓഫ് യു വി ഈക്വൽ ടു 0 ആണ്, വേർ യു ആൻഡ് വി ആർ ഫങ്ഷൻസ് ഓഫ് എക്സ് വൈ ഇസഡ്. അപ്പോൾ യു എന്ന് പറയുന്നത് ഒരു ഫങ്ഷൻ ഓഫ് എക്സ് വൈ ഇസഡ് ഈക്വൽ ടു C1 ഫോമും വി എന്ന് പറയുന്നത് ഒരു ഫങ്ഷൻ ഓഫ് എക്സ് വൈ ഇസഡ് ഈക്വൽ ടു C2 ഫോമും. ഫോം എസ് അതെന്ന് പറയുന്നത് എന്തിൻ്റെ സൊല്യൂഷൻ ആയിരിക്കും. അപ്പോൾ ഈ യുവും വിയും കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഡി എക്സ് ബൈ പി ഈക്വൽ ടു ഡി വൈ ബൈ ക്യൂ ഈക്വൽ ടു ഡി ഇസഡ് ബൈ ആർ എന്നുള്ളത് സോൾവ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഇൻ്റഗ്രൽ കേർവ്സിൻ്റെ പ്രോബ്ലംസ് ചെയ്തപ്പോൾ നമ്മൾ ഇൻ്റഗ്രൽ കേർവ്സിൻ്റെ സെക്ഷൻ കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഡി എക്സ് ബൈ സം ഫോം ഈക്വൽ ടു ഡി വൈ ബൈ സംതിങ് ഈക്വൽ ടു ഡി സെഡ് ബൈ ആർ ആണ് എങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് 2 ഇൻ്റഗ്രൽ കേർവ്സ് അല്ലേ. 2 ഇൻ്റഗ്രൽ കേർവ്സ് നമുക്ക് യു ഈക്വൽ ടു C1 വി ഈക്വൽ ടു C2 ഫോമിൽ നമുക്ക് ഇൻ്റഗ്രൽ കേർവ്സ് കണ്ടുപിടിക്കാൻ പറ്റും. പി പി പ്ലസ് ക്യൂ ക്യൂ ഈക്വൽ ടു ആർ എന്നുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ
സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് യു വി ഈക്വൾ ടു 0 ആണ്. അപ്പോൾ എഫ് ഓഫ് യു വി ഈക്വൾ ടു 0 നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ എഫ് ഓഫ് യു വി ഈക്വൾ ടു 0 ആണ് സൊല്യൂഷൻ. അപ്പോൾ ആ യുവും വിയും എങ്ങനെ കിട്ടും? യുവും വിയും കിട്ടാൻ വേണ്ടി നമ്മൾ ഡി എക്സ് ബൈ പി ഈക്വൾ ടു ഡി വൈ ബൈ ക്യൂ ഈക്വൾ ടു ഡി സെഡ് ബൈ ആർ എന്നുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്താൽ മതി. അപ്പം നമുക്കിനി നമുക്കിനി ചെയ്യാനുള്ളത് എന്താ? പി പി പ്ലസ് ക്യൂ ക്യൂ ഈക്വൾ ടു ആർ ഫോമിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് യു വി ഈക്വൾ ടു 0 ആണ്. ആ യുവും വിയും കിട്ടാൻ വേണ്ടി നമ്മൾ സോൾവ് ചെയ്യേണ്ടത് എന്താ? ഡി എക്സ് ബൈ പി. അപ്പോൾ പി എന്ന് പറയുന്നത് എന്താ? നമ്മുടെ സ്മോൾ പിയുടെ കോഎഫിഷ്യൻറ്റ് ഈസ് ഈക്വൾ ടു ഡി വൈ ബൈ ക്യൂ ഈക്വൾ ടു ഡി സെഡ് ബൈ ആർ ഫോം കൊണ്ട്. ഇതാണ് ലെഗ്രാഞ്ചിയസ് സബ്സിഡറി ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഇത്രേ കാണുകയുള്ളൂ. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ലെഗ്രാഞ്ചിയസ് സബ്സിഡറി ഇക്വേഷൻ ഫോം ചെയ്യണം. എന്നിട്ട് നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ ഇൻ്റഗ്രൽ കേർവ്സ് ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ചെയ്തായിരുന്നു. അപ്പോൾ ആ ഇൻ്റഗ്രൽ കേർവ്സ് സോൾവ് ചെയ്തതുപോലെ ഇപ്പോൾ ഈ 3 വേരിയബിൾസാണ് തന്നേക്കുന്നതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏതെങ്കിലും 2 റേഷ്യോസ് എടുക്കുകയോ അല്ലെങ്കിൽ അഡീഷൻ നടത്തുകയോ ഗ്രൂപ്പിംഗ് നടത്തുകയോ ഒക്കെ ചെയ്ത് നമ്മൾ 2 സെറ്റ് ഓഫ് സൊല്യൂഷൻസ് കണ്ടുപിടിക്കും. അതിനെ നമുക്ക് യു എന്നും വി എന്നും വിളിക്കാം. അപ്പോൾ ആദ്യത്തേത് യുവും രണ്ടാമത്തേത് വി യു ആണ് എങ്കിൽ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് യു വി ഈക്വൾ ടു 0 ആയിരിക്കും. ഇതാണ് നമുക്ക് ജനറലി ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് എത്ര എണ്ണത്തിന് വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇസഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ഫോമിലായിരുന്നപ്പോഴാണ് നമ്മളിത് പറഞ്ഞത്. അതിന് പകരം ഒരുപാട് വേരിയബിൾസ് എക്സും വൈക്കും പകരം x1 x2 എക്സെട്ര n ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസും ഇസഡ് എന്ന് പറയുന്ന ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളുമാണ് ഉള്ളതെന്ന് വിചാരിക്കുക. അപ്പോൾ x1 x2 xn ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഇസഡ് ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ആണെങ്കിൽ നമുക്ക് അത് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ഡി എക്സ് ബൈ പി വൺ ഈക്വൾ ഡി എക്സ് വൺ ബൈ പി വൺ ഡി എക്സ് ടു ബൈ പി ടു ഈക്വൾ ടു ഡി എക്സ് ത്രീ ബൈ പി ത്രീ എക്സെട്ര ഇസ് ഈക്വൾ ടു ഡി എക്സ് എൻ ബൈ പി എൻ ഇസ് ഈക്വൾ ടു ഡി സെഡ് ബൈ ആർ. നമ്മൾ അതാണ് ചെയ്യുന്നത്. അതായത് മറ്റിടത്ത് നമ്മൾ ഡി എക്സും ഡി വൈയും മാത്രം എടുത്തു. ഡി എക്സ് ബൈ പിക്ക് പകരം പി വൺ, ഡി വൈക്ക് പകരം ഡി എക്സ് ടു ബൈ പി ടു, ഡി എക്സ് ത്രീ ബൈ പി ത്രീ, അങ്ങനെ ഡി എക്സ് എൻ ബൈ പി എൻ ഇസ് ഈക്വൾ ടു ലാസ്റ്റ് നമ്മൾ ഡി എക്സ് ബൈ ഡി വൈയും കഴിഞ്ഞാൽ ലാസ്റ്റ് ഡി സെഡ് ചെയ്തുകൂടെ ഡി സെഡ് ബൈ ആർ ഫോമിൽ വരും. എന്നിട്ട് നമ്മളിത് ഗ്രൂപ്പ് ചെയ്ത് നമുക്ക് പല സെറ്റ് ഓഫ് സൊല്യൂഷൻസ് കിട്ടും. അപ്പോൾ അത് കിട്ടുന്ന ഓരോന്നും എന്താ? യു വൺ എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഓഫ് x1 x2 എക്സെട്ര xn z ഈക്വൾ ടു c1, u2 എന്ന് പറയുന്നത് അങ്ങനെ നമുക്കൊരു സെറ്റ് ഓഫ് ഇക്വേഷൻസ് കിട്ടും. ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് the differential equation. Find the general solution of the differential equation x square dou z by dou x plus y square dou z by dou y equal to x plus y into z. Find the general solution of the differential equation x square into dou z by dou x plus y square into dou z by dou y equal to x plus y into z. അപ്പോൾ നമ്മൾ ആദ്യം ഇത് ഏത് ഫോമാണ്? ദിസ് ഈസ് ഓഫ് ദ ഫോം എക്സ് സ്ക്വയർ ഇൻറ്റു പി പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ക്യൂ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. അപ്പോൾ ഇത് പി പി പ്ലസ് ക്യൂ ക്യൂ ഈക്വൽ ടു ആർ ആണ്. This is of the form PP plus QQ equal to R. The integral surfaces of this equation are generated by the integral curves of the equation. The integral surfaces of this equation are generated by the integral curves of the equation. The integral surfaces of this equation are generated by the integral curves of the equation. നമുക്ക് ഡി എക്സ് ബൈ പി, ക്യാപിറ്റൽ പി ഇവിടെ എന്താണ്? എക്സ് സ്ക്വയർ ഈക്വൽ ടു ഡി വൈ ബൈ വൈ സ്ക്വയർ ഈക്വൽ ടു ഡി സെഡ് ബൈ മിച്ചമുള്ള ടേമാണ് എക്സ് പ്ലസ് വൈ ഇസഡ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ടൈപ്പൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള, എനിക്ക് ഈ സെയിം തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്.
നമുക്ക് പല മെത്തേഡിൽ ഇത് കാണാം. എപ്പോഴും ഫൈനൽ ആൻസർ സെയിം ആയിരിക്കും. അപ്പം ഇത് രണ്ടും എടുക്കുവാണെങ്കിൽ നമുക്ക് dx/x² = dy/y². എനിക്ക് തോന്നുന്നു നമ്മൾ മറ്റേ ഇൻ്റഗ്രൽ കർവ്സിൻ്റെ പ്രോബ്ലത്തിൽ ഇത് വന്നപ്പം നമ്മൾ മൾട്ടിപ്ലയേഴ്സ് വെച്ചിട്ടാണ് ചെയ്തത്. അത് ആ സെയിം ആൻസർ തന്നെ നമുക്ക് ഇവിടെയും കിട്ടും. നിങ്ങളൊന്ന് നോക്കിയാൽ മതി. അപ്പം dx/x² = dy/y² വരും. അപ്പോൾ x⁻2 - 2 y⁻2 - 2 x⁻1 - 1 / -1 = y⁻2 - 1 / -1 + c1 എന്ന് വരും. അപ്പം നമുക്ക് -1/x + 1/y = c1. അല്ലെങ്കിൽ നമ്മൾ LCM എടുക്കുമ്പം 1/y - 1/x. അപ്പോൾ അത് x - y/xy. 1/y - 1/x = c1. ഇക്വേഷൻ 1 എന്ന് കിട്ടും. 1/y - 1/x നമുക്ക് ഇങ്ങോട്ട് പോകുമ്പോൾ x, ഇവിടെ -y, x - y/xy = c1. അപ്പോൾ ഒരു സെറ്റ് ഇക്വേഷൻ കിട്ടി. ഇനി രണ്ടാമത്തെ സെറ്റ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒരു സെറ്റ് ഇക്വേഷൻസ് കിട്ടി. ഇനി നമുക്ക് dx - dy എടുത്താലോ. dx - dy / x² - y²നെ നമുക്ക് dz ഇക്വേറ്റ് ചെയ്യാം. x + y × z. ഇനി x² - y²നെ നമുക്ക് x + y × x - y എന്ന് എഴുതാമല്ലോ അല്ലേ. x + y × x - y ആണ്. അപ്പോൾ അത് dx - dy × x - y × x + y = dz/x + y × z. x + y ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് dx - dy / x - y = dz/z എന്ന് കിട്ടും. അപ്പോൾ ഇത് du/u ഫോമാണ്. log x - y = log z + log c2. അപ്പോൾ log x - y - log z = log c2 എന്ന് വരും. അപ്പോൾ log a - b log a - log b log a/b ആണ്. log x - y/z = log c2. implies x - y/z = c2 എന്ന് കിട്ടും. x - y/z = c2. ഇതിനെ 2 എന്ന് വിളിക്കുക. അപ്പോൾ നമുക്ക് രണ്ട് സെറ്റ് സൊല്യൂഷൻ കിട്ടി. പക്ഷേ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, രണ്ടിൻ്റെ അകത്ത് ഒരേപോലത്തെ ടേം വരാൻ പാടില്ല. ഇവിടെ നോക്കിയേ, രണ്ടിൻ്റെ അകത്തും x - y ഉണ്ട്. അപ്പോൾ അതൊന്നിൻ്റെ സൊല്യൂഷനായിട്ട് വരും. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ആ x - y നമ്മൾ സോൾവ് ചെയ്യേണ്ടി വരും. അപ്പം നമുക്ക് രണ്ട് ഇക്വേഷൻ ഞാൻ മായ്ക്കേണ്ടതുകൊണ്ട് മാറ്റി എഴുതുകയാണ്. നിങ്ങൾ അതിൽ നിന്ന് ഇട്ടാൽ മതി. ഇക്വേഷൻ 1 ഉം 2 നമുക്ക് കിട്ടി. നമുക്ക് കിട്ടിയത് x - y/xy = c1. x - y/z = c2. അപ്പം ഈ x - y നമുക്ക് z × c2 എന്ന് നമുക്ക് എടുക്കാം. സബ്സ്റ്റിറ്റ്യൂട്ടിങ് x - y = z × c2 in 1. zc2 divided by xy = c1 വരും. നമ്മൾ ചെയ്തത് ഏതെങ്കിലും ഒരെണ്ണം നമുക്കത് നിർത്താം. ഇവിടെ ആകുമ്പോൾ x - yക്ക് നമുക്ക് zc2 എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ എളുപ്പമാണ്. അപ്പം x - y/z = c2 ഇട്ടത് നമ്മൾ x - y zc2 നിർത്തും. അത് zc2 ആകുമ്പോൾ ഇവിടുത്തെ x - yക്ക് zc2 കൊടുത്താൽ നമുക്ക് ഇങ്ങനെ കിട്ടി. therefore zc2 = xy c1 വരും. നമുക്ക് കോൺസ്റ്റൻസ് ഒരു സൈഡിലോട്ടും ടേമുകൾ അപ്പുറത്തെ ഒരു സൈഡിലോട്ട് കൊണ്ടുവരുവാണെങ്കിൽ
xy/z is equal to C2/C1. അതിനെ നമുക്ക് C3 എന്ന് വിളിക്കാം. അതിനെ ഇക്വേഷൻ 3 അല്ല, നമ്മൾ റീറൈറ്റ് ചെയ്ത് നമുക്ക് xy/z is equal to C3. ഇതിനെ ഇക്വേഷൻ 3 എന്ന് വിളിക്കാം. അപ്പം നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ ഇവിടം വെച്ച് സ്റ്റോപ്പ് ചെയ്യും. അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാതെ നമ്മൾ ഒരു മാർക്ക് പോകും. കാരണം രണ്ടിൻ്റെ അകത്തും ഒരേ ടേമാണ് കിടക്കുന്നത്, x-y എന്നുള്ള ടേം. അപ്പോൾ ഒന്നൊന്നിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. അതുകൊണ്ട് നമ്മൾ ആ x-yക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുകയാണ് ചെയ്തത്. x-y is equal to ZC2 കൊടുത്തപ്പം നമുക്ക് xyയും ഇസഡും തമ്മിലൊരു റിലേഷൻ കിട്ടി. അപ്പോൾ xy/z equal to C3 എന്ന് കിട്ടി. അപ്പോൾ നോക്കിയേ, ഇനി നമ്മൾ നേരത്തെ ഇതിൻ്റെ ഇൻ്റഗ്രൽ കേർവ്സിൽ ഇത് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ നോക്കിയേ, ഇതുമായിരുന്നു സെയിം സൊല്യൂഷൻ. നമ്മൾ വേറെ രീതിയിൽ ചെയ്തു, പക്ഷേ നമുക്ക് സെയിം സൊല്യൂഷൻ കിട്ടി. അപ്പോൾ നമുക്ക് സൊല്യൂഷൻ 1ഉം 3ഉം ആണ് അപ്പോൾ നമ്മുടെ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. Therefore the curves given by this equation generate the surface നമുക്ക് xy/z ഉണ്ട്, x-y/z ഉണ്ട്. നമ്മൾ u equal to C1ഉം v equal to C2 സൊല്യൂഷനായിട്ട് കിട്ടിയാൽ നമ്മൾ f(uv) equal to 0 ആണ് സൊല്യൂഷനായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് the curves given by these equations generate the surface f of xy/z x-y/z equal to 0 where the function f is arbitrary. Okay. Second question. Find the general solution of the differential equation. Y square p minus xyq is equal to x into z minus 2y. Find the general solution of the differential equation. And this is of the form pp plus qq equal to r. അപ്പോൾ നമുക്ക് dx/p dy/q equal to dz/r എന്ന് എഴുതാം. The integral surface of these equations are generated by the integral surfaces of this equation are generated by the integral curves of the equation are generated by the integral curves of the equation. The integral surfaces of this equation are generated by the integral curves of the equation dx by p യുടെ കൂടെ ഉള്ളത് y സ്ക്വയർ is equal to dy by നമുക്ക് പ്ലസ് q ആണ്, അപ്പോൾ ക്യൂവിൻ്റെ സ്ഥാനത്ത് മൈനസ് xy is equal to dz by x into z minus 2y. The integral curves of this equation are generated by the integral curves of the equation dx by y square dy by minus xy equal to dz by x into z minus 2y. നമ്മൾ ഈ പ്രോബ്ലവും ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് ഫസ്റ്റ് ടു റേഷ്യോസ് എടുക്കുകയാണെങ്കിൽ taking the first two ratios dx by y square equal to dy by minus xy. അപ്പോൾ നമുക്ക് ഒരു y ക്യാൻസൽ ചെയ്ത് പോകും. x dx is equal to minus y dy എന്ന് വരികയല്ലേ. x ഇങ്ങോട്ടും y അങ്ങോട്ടും പോകും, ഇവിടെ ഒരു മൈനസ് കിടപ്പുണ്ട്. അപ്പം x square by 2 is equal to minus y square by 2 plus c1 by 2. c1 ഇട്ടാലും c1 by 2 ഇട്ടാലും ഒരുപോലാണ്. അപ്പം നമുക്ക് x square plus y square is equal to c1. അതിനെ ഇക്വേഷൻ 1 എടുക്കാം. x square plus y square equal to c1. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇനി നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ സെക്കൻഡും തേർഡും എടുക്കുകയാണെങ്കിൽ എക്സ് പോയി കഴിയുമ്പോൾ പിന്നെ വൈയും ഇസഡും മാത്രമേ ഉള്ളൂ.
അപ്പം നമുക്ക് taking second and third ratios, we get dy by minus xy is equal to dz by x into z minus 2y. തന്നെ ചെയ്ത് നിങ്ങൾ എക്സ് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് z മൈനസ് 2y dy is equal to minus y dz എന്ന് കിട്ടും. z dy minus 2y dy is equal to minus y dz. അപ്പം z dy plus y dz is equal to 2y dy എന്ന് നമുക്ക് പറയാമല്ലോ. z dy plus y dz is equal to 2y. ഇത് നോക്കിയേ, z dy y dz എന്ന് പറയുമ്പം dy zy അല്ലേ, dy z dz നോക്കിയേ, y ഇൻറ്റു dz പ്ലസ് z ഇൻറ്റു dy അതാണ് കിട്ടിയത്. ഇസ് ഈക്വൽ ടു 2y dy എന്ന് വരും. ഇൻ്റഗ്രേറ്റിംഗ് വി ഗെറ്റ് yz is equal to 2 into y square by 2 plus c2. അപ്പം 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് പോകും. yz minus y square is equal to c2, equation 2. yz minus y square is equal to c2. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സൊല്യൂഷൻ കിട്ടി. ഇപ്പോൾ നമ്മൾ യാതൊരു റിലേഷനും ഇല്ല, കാരണം ഒന്ന് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, മറ്റേത് yz മൈനസ് വൈ സ്ക്വയർ ആണ് കിടക്കുന്നത്. Therefore this curves the curves given by this equation generate the surface. The curves given by this equation generate the surface x square plus y f of x square plus y square yz minus y square equal to 0, where the function f is arbitrary. Third one, y plus zx into p minus x plus yz into q is equal to x square minus y square. Find the general solution of the differential equation. Y plus zx into p minus x plus yz into q equal to x square minus y square. This is of the form pp plus qq equal to r. Therefore, the integral surfaces of these equations are generated by the integral curves of the equation. The integral surfaces of these equations are generated by the integral curves of the equation. The integral surfaces of this equation are generated by the integral curves of the equation dx by y plus zx is equal to dy by minus of x plus yz is equal to dz by x square minus y square. ഇതും നമ്മൾ ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ്. നമ്മൾ ഇത് എക്സും ഇത് വൈയും വെച്ച് ആഡ് ചെയ്താൽ എക്സ് ഡി എക്സ് പ്ലസ് വൈ ഡി വൈ വരുമ്പം ഡിനോമിനേറ്റർ എന്ത് വരും? എക്സ് വൈ പ്ലസ് എക്സ് സ്ക്വയർ ഇസഡ് മൈനസ് എക്സ് വൈ മൈനസ് വൈ സ്ക്വയർ ഇസഡ് ഇസ് ഈക്വൽ ടു ഡി ഇസഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. നമുക്ക് എക്സ് ഡി എക്സ് പ്ലസ് വൈ ഡി വൈ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇസഡ് ഇസ് ഈക്വൽ ടു ഡി ഇസഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ വരും. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ വെട്ടിപ്പോവും, ഇസഡ് അങ്ങോട്ടും പോകും. അപ്പോൾ എക്സ് ഡി എക്സ് പ്ലസ് വൈ ഡി വൈ ഇസ് ഈക്വൽ ടു ഇസഡ് ഡി ഇസഡ്. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റിംഗ് വി ഗെറ്റ് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് വൈ സ്ക്വയർ ബൈ 2 ഇസ് ഈക്വൽ ടു ഇസഡ് സ്ക്വയർ ബൈ 2 പ്ലസ് c1 ബൈ 2 എന്നെടുക്കാം.
Therefore നമുക്ക് ഒരു സൊല്യൂഷൻ ആകും ദിസ് ഈസ് implies x square plus y square minus z square is equal to c1 എടുക്കാം. നമ്മൾ ബൈ 2 ഞാൻ കളഞ്ഞതാണ്. അപ്പോൾ നമുക്ക് x square plus y square minus z square is equal to c1 എന്ന് കിട്ടി. ഇനി നമുക്ക് രണ്ടാമത് ഒരു സെറ്റ് സൊല്യൂഷൻ കൂടെ കിട്ടണം. ഇതിന് ഇക്വേഷൻ 1 എടുക്കാം. ഇത് നമ്മൾ ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ്, അതുകൊണ്ട് ഞാൻ സ്പീഡിൽ പോയത്. ഇനി നമുക്കിതിനെ y dxും x dy എടുത്താലോ. y dx പ്ലസ് x dy എടുക്കുമ്പം y സ്ക്വയർ പ്ലസ് എക്സ് വൈ ഇസഡ് മൈനസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ ഇസഡ് ഇസ് ഈക്വൽ ടു ഡി ഇസഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ വൈ ഡി എക്സ് പ്ലസ് എക്സ് ഡി വൈ ഡിവൈഡഡ് ബൈ വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു dz by x square minus y square എന്ന് വരും. അപ്പം y dx പ്ലസ് എക്സ് ഡി വൈ ഇസ് ഈക്വൽ ടു മൈനസ് dz എന്ന് വരും. കാരണം എന്താ, ഇത് രണ്ടും ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ -1 വരും. അപ്പം നമുക്ക് ഇൻ്റഗ്രേറ്റിംഗ് y സ്ക്വയർ ബൈ 2 y dx അല്ലേ. അപ്പോൾ ഇത് y dxും x dy ആകുമ്പം അത് d ഓഫ് എക്സ് വൈ അല്ലേ. y ഇൻറ്റു ഡി എക്സ് പ്ലസ് എക്സ് ഇൻറ്റു ഡി വൈ എന്ന് പറയുന്നത് ഡി ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു മൈനസ് ഡി ഇസഡ്. അപ്പം നമുക്ക് ഇൻ്റഗ്രേറ്റിംഗ് എക്സ് വൈ ഇസ് ഈക്വൽ ടു മൈനസ് ഇസഡ് പ്ലസ് സി ടു അല്ലെങ്കിൽ എക്സ് വൈ പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു സി ടു. ഇക്വേഷൻ 2 കിട്ടി. അപ്പോൾ രണ്ടാമത്തെ സൊല്യൂഷനും കിട്ടി. Therefore the curves given by the equations generate the surface. The curves given by the equation generate the surface f of ആദ്യത്തേത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് ഇസഡ് സ്ക്വയർ, രണ്ടാമത്തേത് എക്സ് വൈ പ്ലസ് ഇസഡ് ഈക്വൽ ടു 0 എന്ന് വരും. ജനറേറ്റ് ദ സർഫസ് എഫ് ഓഫ് യു വി ഈക്വൽ ടു 0. Fourth question, Zp minus Zq is equal to, find the general solution of the differential equation. Find the general solution of the differential equation. Zp minus Zq is equal to z square plus x plus y the whole square. Find the general solution of the differential equation. Zp minus Zq equal to z square plus x plus y the whole square. ഇതും നമ്മൾക്ക് പി പി പ്ലസ് ദിസ് ഈസ് ഓഫ് ദ ഫോം പി പി പ്ലസ് ക്യൂ ക്യൂ ഈക്വൽ ടു ആർ. ദ ഇൻ്റഗ്രൽ സർഫസസ് ഓഫ് ദിസ് ഇക്വേഷൻ are generated by the integral curves of the equation. The integral surfaces of this equation are generated by the integral curves of the equation. dx by z equal to dy by minus z equal to dz by z square plus x plus y the whole square. അപ്പോൾ നമുക്ക് ആദ്യത്തെ രണ്ടെണ്ണം എടുത്താൽ പെട്ടെന്നൊരു സൊല്യൂഷൻ കിട്ടും. ടേക്കിംഗ് 1 and 2 dx by z equal to dy by minus z. 1 dx equal to minus dy. Integrating x equal to minus y plus c1 അല്ലെങ്കിൽ x plus y equal to c1. ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി, ഒരു സൊല്യൂഷൻ കിട്ടി. ഇനി നമുക്ക് രണ്ടാമത് ഒരു സൊല്യൂഷൻ കൂടെ കിട്ടണം. അപ്പോൾ രണ്ടാമതൊരു സൊല്യൂഷൻ കിട്ടാനായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ അകത്തൊരു എക്സ് പ്ലസ് വൈ ടേം കിടപ്പുണ്ട്. ആ എക്സ് പ്ലസ് വൈക്ക് നമുക്ക് c1 എന്ന് കൊടുത്താൽ ഇത് ഇസഡ് മാത്രമുള്ള ടേം ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പമുണ്ട്. അപ്പോൾ നമ്മളിത് സെയിം ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പം ടേക്കിംഗ് 1 and 3 dx by z is equal to dz by z square plus x plus y the whole square. That is dx by z is equal to dz by z square plus c1 square നമുക്ക് കിട്ടും. ഇനി നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ മതി. നമുക്ക് dx is equal to z dz divided by z square plus c1 square കിട്ടും.
അപ്പം നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് u ഈസ് ഈക്വൽ ടു z² പ്ലസ് c1² എടുത്താൽ du എന്ന് പറഞ്ഞ് 2z വരും. അപ്പം നമുക്ക് ഡയറക്റ്റായിട്ട് du/u ഫോമിൽ വരാം. അപ്പോൾ ഇനി നമുക്ക് 2 എന്ന് കൊടുക്കുകയാണെങ്കിൽ 2dx ഈസ് ഈക്വൽ ടു 2z dz ഡിവൈഡ് ബൈ z² പ്ലസ് c1² which is equal to 2dx is equal to du/u എന്ന് വരും. 2z dz du, ഇത് du/u. ഇൻ്റഗ്രേറ്റിംഗ് 2x is equal to log u plus c1 എന്ന് കൊടുക്കാം. Therefore log z² പ്ലസ് c1² c1 അല്ല c2 അല്ലേ ഈസ് ഈക്വൽ ടു 2x പ്ലസ് c2 ഏത് സൈഡിലിട്ടാലും ഒരുപോലെയാണ്. അപ്പോൾ നമുക്ക് ലോഗ് z² പ്ലസ് c1² ഈക്വൽ ടു 2x പ്ലസ് c2 എന്ന് കിട്ടി. ഇംപ്ലൈസ് ലോഗ് z² പ്ലസ് എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2x പ്ലസ് c2. അപ്പോൾ നമുക്ക് 2x കൂടി ഇപ്പുറത്തോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ലോഗ് z² പ്ലസ് എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ മൈനസ് 2x ഈസ് ഈക്വൽ ടു c2. അപ്പോൾ നമുക്ക് രണ്ട് സൊല്യൂഷൻ കിട്ടി. Therefore the curves given by this equation generate the surface f of ആദ്യത്തേത് x പ്ലസ് വൈ. നമ്മൾ എല്ലാം ഈക്വൽ ടു c1 ഈക്വൽ ടു c2 ഫോമിൽ കൊണ്ടുവന്നിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അപ്പം ലോഗ് z² പ്ലസ് എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ മൈനസ് 2x ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ കോൺസ്റ്റൻറ്റുകൾ മാത്രം റൈറ്റ് സൈഡിൽ ഇട്ടിട്ട് വേണം നമ്മൾ ആ ഒരു ഫോമിലോട്ട് കൊണ്ടുവരാനായിട്ട്. എന്നിട്ട് എഫ് ഓഫ് u v ഈക്വൽ ടു 0 എന്ന് ചെയ്താൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ജനറൽ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഫൈൻഡ് ദി ജനറൽ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ x² yzp പ്ലസ് y² മൈനസ് zx ക്യൂബ് is equal to z² minus xy. This is of the form pp plus qq equal to r. This is of the form pp plus qq equal to r. The integral surfaces of this equation are generated by the integral curves of the equation are generated by the integral curves of the equation dx by x² equal to dy by y² equal x² minus yz y² minus zx equal to dz by z² minus xy. അപ്പോൾ നമ്മൾ ചുമ്മാ നോക്കിയാൽ നമുക്ക് ആഡ് ചെയ്താലൊന്നും കിട്ടത്തില്ല. അപ്പോൾ നമുക്കൊന്ന് ഡിഫറൻസ് എടുത്ത് നോക്കാം. dx മൈനസ് dy എന്ന് പറഞ്ഞാൽ അത് x² മൈനസ് y² മൈനസ് z കോമൺ ആയിട്ട് എടുത്താൽ പ്ലസ് z കോമൺ ആയിട്ട് എടുത്താൽ x മൈനസ് y വരുമല്ലോ. dx മൈനസ് dy ചെയ്യുമ്പം x² മൈനസ് y². ഇവിടെ മൈനസ് y പ്ലസ് z പുറത്തെടുക്കുമ്പോൾ x മൈനസ് y. അടുത്തത് നമുക്ക് dy മൈനസ് dz എടുത്താൽ y² മൈനസ് z² പ്ലസ് എക്സ് ഇൻറ്റു എക്സ് പുറത്തെടുക്കുമ്പോൾ y മൈനസ് ഇസഡ് ഈസ് ഈക്വൽ ടു നമുക്ക് ഒരെണ്ണം കൂടെ എടുക്കാം dz മൈനസ് ഡി എക്സ് ഡിവൈഡഡ് ബൈ dz മൈനസ് ഡി എക്സ്. dz മൈനസ് ഡി എക്സ് എടുക്കുമ്പം z² മൈനസ് x² z² മൈനസ് x². ഇനി നമ്മൾ മൈനസ് y കോമൺ ആയിട്ട് എടുത്താൽ മൈനസ് y ഇൻറ്റു
ഞാൻ ഇപ്പുറത്തോട്ട് മാറ്റി എഴുതാവേ. നിങ്ങൾ എഴുതുമ്പോൾ നേരെ എഴുതിയാൽ മതി. ഇസ് ഈക്വൽ ടു dz മൈനസ് dx ഡിവൈഡഡ് ബൈ ഇസഡ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇവിടെ പ്ലസ് വൈ ഇസഡ് വരും. അപ്പം മൈനസ് വൈ കോമൺ ആയിട്ട് പ്ലസ് വൈ കോമൺ ആയിട്ട് എടുത്താൽ ഇസഡ് മൈനസ് എക്സ്. എന്നിട്ട് കോമൺ ടേമുകൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 2 സെറ്റ് സൊല്യൂഷൻസ് കിട്ടും. അപ്പോൾ ഇത് ഡി എക്സ് മൈനസ് ഡി വൈ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഇൻറ്റു എക്സ് മൈനസ് വൈ ഈക്വൽ ടു ഡി വൈ മൈനസ് ഡി ഇസഡ് ഡിവൈഡഡ് ബൈ വൈ മൈനസ് ഇസഡ് ഇൻറ്റു വൈ പ്ലസ് ഇസഡ് പ്ലസ് എക്സ് ഇൻറ്റു വൈ മൈനസ് ഇസഡ് ഈസ് ഈക്വൽ ടു അടുത്ത് വരുമ്പം ഡി ഇസഡ് മൈനസ് ഡി എക്സ് ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് എക്സ് ഇൻറ്റു ഇസഡ് പ്ലസ് എക്സ് പ്ലസ് വൈ ഇൻറ്റു ഇസഡ് മൈനസ് എക്സ്. നിങ്ങൾക്ക് കുറച്ചും കൂടി വൃത്തിയായിട്ട് എഴുതിയാൽ മതി. എന്നിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കോമൺ ടേമുകൾ ക്യാൻസൽ ചെയ്തിട്ട് മുകളിലോട്ട് എഴുതാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് 2 എണ്ണം വെച്ചിട്ട് കമ്പൈൻ ചെയ്യുമ്പം നമ്മൾ ആദ്യത്തെ 2 കൂടെ എടുക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടി ചെയ്തിട്ട് ചെയ്യാം. ഡി എക്സ് മൈനസ് ഡി വൈ ഡിവൈഡഡ് ബൈ ഇതിൻ്റെ അകത്തുനിന്ന് എക്സ് മൈനസ് വൈ ആദ്യത്തെ ഇതിൻ്റെ അകത്തുനിന്ന് എക്സ് മൈനസ് വൈ ആദ്യത്തെ ഡിനോമിനേറ്ററിൻ്റെ അകത്തുനിന്ന് എക്സ് മൈനസ് വൈ പുറത്തെടുത്താൽ നമുക്ക് ഇവിടെ എക്സ് പ്ലസ് വൈ ഉണ്ട്, ഇവിടെ പ്ലസ് ഇസഡ്. അപ്പം എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈസ് ഈക്വൽ ടു ഡി വൈ മൈനസ് ഡി ഇസഡ് അകത്ത് വൈ മൈനസ് ഇസഡ് കോമണാണ്. വൈ മൈനസ് ഇസഡ് കോമൺ ആയിട്ട് എടുക്കുമ്പം മിച്ചം വൈ പ്ലസ് ഇസഡ് എക്സ്, വൈ പ്ലസ് ഇസഡ് പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു ഡി ഇസഡ് മൈനസ് ഡി എക്സ് ഡിവൈഡഡ് ബൈ അവിടെ ഇസഡ് മൈനസ് എക്സ് കോമൺ ആണ്, മിച്ചം എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ്. ഇസഡ് പ്ലസ് എക്സും പ്ലസ് വൈ ആണ്, ഇസഡ് പ്ലസ് എക്സ് പ്ലസ് വൈ എന്ന് വരും. ഇപ്പം നമുക്ക് എല്ലാത്തിൻ്റെ അകത്തും എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് കോമൺ ആണല്ലോ. അത് കളയുമ്പം ഡി എക്സ് മൈനസ് ഡി വൈ ബൈ എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു ഡി വൈ മൈനസ് ഡി ഇസഡ് ബൈ വൈ മൈനസ് ഇസഡ് ഈസ് ഈക്വൽ ടു ഡി ഇസഡ് മൈനസ് ഡി എക്സ് ബൈ ഇസഡ് മൈനസ് എക്സ് എന്ന് വരും. ഇനി നമ്മൾ ഇതിലെ 2 റേഷ്യോസ് വെച്ച് 1ഉം 2ഉം കൂടി എടുക്കുവാണെങ്കിൽ, അതായത് നമ്മൾ ആദ്യം നമ്മൾ 3 റേഷ്യോയും കൂടി എടുത്തു. ഇനി അതിൽ 2 എണ്ണം വെച്ച് ചെയ്യുക. ഡി എക്സ് മൈനസ് ഡി വൈ ബൈ എക്സ് മൈനസ് വൈ ഈക്വൽ ടു ഡി വൈ മൈനസ് ഡി ഇസഡ് ബൈ വൈ മൈനസ് ഇസഡ്. ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പം ഇത് ഡി എക്സ് മൈനസ് വൈയുടെ ഡെറിവേറ്റീവ് മോള് വരും. അപ്പോൾ ഇത് ഡി യു ബൈ യു ഫോമാണ്. ലോഗ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു ലോഗ് വൈ മൈനസ് ഇസഡ് പ്ലസ് ലോഗ് C1 എന്ന് വരും. ഇപ്പുറത്തോട്ട് വരുമ്പം ലോഗ് എക്സ് മൈനസ് വൈ മൈനസ് ലോഗ് വൈ മൈനസ് ഇസഡ് ഈസ് ഈക്വൽ ടു ലോഗ് C1. ലോഗരിതം ഓഫ് എക്സ് മൈനസ് വൈ ബൈ വൈ മൈനസ് ഇസഡ് ഈസ് ഈക്വൽ ടു ലോഗ് C1 എന്ന് വരും. അപ്പോൾ നമുക്കതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പം എക്സ് മൈനസ് വൈ ബൈ വൈ മൈനസ് ഇസഡ് ഈക്വൽ ടു C1, അതിനെ ഇക്വേഷൻ 1 എന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് ഒരു സെറ്റ് കിട്ടി. ഇനി നമുക്ക് അടുത്ത സെറ്റ് കിട്ടാൻ വേണ്ടി ഇത് 2 കൂടെ എടുക്കുക. 2ഉം 3ഉം കൂടെ എടുക്കുക. ടേക്കിംഗ് 2 and 3 dy minus dz by y minus z equal to dz minus dx by z minus x. അപ്പോൾ നമ്മൾ അത് സിംപ്ലിഫൈ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം നമ്മൾ മുമ്പ് ചെയ്തതുപോലെ തന്നെ ലോഗ് y മൈനസ് ഇസഡ് ഈക്വൽ ടു ലോഗ് ഇസഡ് മൈനസ് എക്സ് പ്ലസ് ലോഗ് C2. പുറത്തോട്ട് കൊണ്ടുപോകുമ്പം y മൈനസ് ഇസഡ് ബൈ ഇസഡ് മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു C2 എന്ന് വരും. Therefore the solution is f of x minus y by y minus z, y minus z by z minus x is equal to 0 ഫോമിൽ കിട്ടും. അപ്പോൾ ഇതാണ് സൊല്യൂഷനായിട്ട് വരുന്നത്.